അപ്പം എന്തൊക്കെയുണ്ട് മക്കളെ നിങ്ങളുടെ വിശേഷം? ഞാൻ അന്ന് വന്നിരിക്കുന്നത് ഒരു പടുകൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പടുകൂട്ടാൻ പറഞ്ഞാൽ ഞങ്ങൾ പടുകൂട്ടാൻ എന്നാ പറയുക, എല്ലാവരും എങ്ങനെ പറയാന്ന് അറിയില്ല കേട്ടോ. ചേമ്പും തണ്ട്, ഓമക്കായ, പൂളക്കിഴങ്ങ്, ചേമ്പും കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കൂടിയിട്ട് കൂട്ടാൻ വെക്കണതിന് കേട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ പടുകൂട്ടാൻ എന്നാണ് പറയുക. നിങ്ങളൊക്കെ എന്തെന്നാ പറയാന്ന് കമൻ്റ് ഇടണം കേട്ടോ. നല്ല നാടൻ മുളകുണ്ട് പൊരിക്കാൻ കേട്ടോ. അതെല്ലാം കൂടി നമുക്ക് നുറുക്കി എടുത്തിട്ടുണ്ട്. ചേമ്പ് തണ്ട് വേറെ, മറ്റേത് വേറെ. ഇതെന്താന്ന് മനസ്സിലായോ? കൂവയാണ് കേട്ടോ. കൂവ ആട്ടാൻ വേണ്ടിയിട്ട്, കൂവപ്പൊടി ഉണ്ടാക്കാൻ. ചെമ്മീനാണ് കേട്ടോ, ചെറിയ ചെമ്മീനാണ്, മുനപ്പയാണ്. അപ്പോൾ ഇത് തേങ്ങ വറുത്തരച്ചിട്ട് കൂട്ടാൻ വെക്കാനാണ് കേട്ടോ. കണ്ടോ, ചെറിയ ചെമ്മീനാണ്. അപ്പോൾ അതുകൊണ്ട് കൂട്ടാനും വെക്കണം. ഈ കവറൊക്കെ കഴുകിയിടണ, മീൻ കവറൊക്കെ കഴുകി വൃത്തിയാക്കി ഇട്ടാലാണ് കർമ്മസേനക്കാർക്ക് കൊടുക്കണ്ടേ. അവർ വന്ന് കൊണ്ടുപോകാനാണ്. ഞാനപ്പോൾ കഴുകിയിട്ട് ഇതേപോലെ പൈപ്പിൻ്റെ മുകളിൽ തൂക്കുക ചെയ്യുക. നിങ്ങളൊക്കെ എന്താ ചെയ്യുക? നിങ്ങളൊക്കെ എന്താ കാട്ടിലേച്ച പറയിട്ടോ. അങ്ങനെ പൈപ്പുമില്ല തൂക്കുക. നിങ്ങളൊക്കെ എന്താ ചെയ്യലേച്ച പറയുക. ഒരു ചെമ്മീനെ ചാടിക്കട്ടോ, വെറുതെ വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പടുകൂട്ടാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ചെമ്മീൻ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അതിനെ നമുക്ക് വൃത്തിയാക്കിയിട്ട് കഴുകിയെടുക്കാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ആരുണ്ട്, അതൊക്കെ എടുക്കാൻ എത്ര സമയം പിടിച്ചു വെച്ചിട്ടോ. അപ്പോൾ കുക്കറിൽ വിസിൽ വന്ന് നോക്കുമ്പോൾ അതിൽ വെള്ളം വറ്റാനുണ്ട്. അപ്പോൾ അത് വെള്ളം വറ്റാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിരിക്കുക. തേങ്ങ, കറിയിലേക്കുള്ള തേങ്ങയാണ് ഇട്ടത്. അപ്പോൾ ആദ്യം തക്കാളി, പച്ചമുളക്, കൊടമ്പുളി, ഉപ്പ്, ചെമ്മീനും കൂടിയിട്ട് ആദ്യം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിക്കുക. അല്ലെങ്കിൽ തേങ്ങ അരച്ച് വയ്ക്കുമ്പോൾ വേഗം വറ്റിപ്പോവുക. അപ്പോൾ ഈ ചെമ്മീന് നല്ല വേവുണ്ടല്ലോ. അപ്പോൾ അതങ്ങനെ കിടന്നിട്ട് വേവാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഗ്യാസും വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള തേങ്ങയാണ് ഈ വറക്കണത് കേട്ടോ. ഇപ്പോൾ പടുകൂട്ടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പടുകൂട്ടാൻ തൂമിച്ച് വെച്ചു. ചെമ്മീൻ കിടന്ന് തിളക്കണുണ്ട് കറി കേട്ടോ. ഇനി നമുക്ക് ആ ചെമ്മീൻ കറിയിൽ കുറച്ച് വെണ്ടക്കട കേട്ടോ. വെണ്ടക്ക ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കറിയിൽ ചെമ്മീനും വെണ്ടക്കയും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ഒന്ന് കിടന്ന് ഒന്നുകൂടി വേവട്ടെ കേട്ടോ. പിന്നെ ഞാൻ എന്താ ചെയ്തിട്ടാ, മുളക് പൊരിക്കാൻ വേണ്ടിയിട്ട് നടു അങ്ങോട്ട് കീറിയിട്ട് ഉപ്പ് അങ്ങോട്ട് തിരുമ്പി. എല്ലാവരും ഇങ്ങനെ ഓട്ട കുത്തിയിട്ട് ഇതാക്കില്ലേ, അതിനൊക്കെ കുറേ സമയം പിടിക്കില്ല. അപ്പം ഞാൻ നടു പൊളിച്ചിട്ട് ഉപ്പ് തിരുമ്പ ചെയ്തു കേട്ടോ. ഇത് കറിയിലേക്ക് തൂമിച്ചു കേട്ടോ. അതിനുള്ള ഉള്ളിയാണത്. മുളക് പൊരിക്കുകയാണ് കേട്ടോ. 2 വേപ്പിൻ്റെ ഇലയിട്ടുണ്ട് മുളക് പൊരിക്കണതിൽ കേട്ടോ. നല്ലൊരു മണം ഉണ്ടാവും. നിങ്ങളൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് പൊരിച്ച് നോക്കിട്ടോ, നല്ല മണം ഉണ്ടാവും. പിന്നെ ഞാൻ എനിക്ക് ഇത് കിട്ടി, കരിമ്പന തേങ്ങ. അപ്പോൾ അത് ചെത്തി തിന്നാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. കണ്ടോ, അപ്പോൾ അത് ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഞാൻ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ.